നമ്മളെ നാട്ടിലെ കൃഷികളും അതുപോലെ തന്നെ യുവ കർഷകരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ കൃഷി ഓഫീസർമാരും പഞ്ചായത്തുകളും എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇവരെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ യുവ കർഷകർക്ക് ഇവിടെ നല്ല രീതിയിൽ വിളവ് കൊയ്തെടുക്കാൻ സാധിച്ചത്. പല രീതിയിലുള്ള കൃഷികൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ആദവനാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന പൊന്നാണ്ടിക്കുളമ്പിലെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നാണ് ഈ തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത്. മുൻ വർഷങ്ങളിലും അവർ ഇതുപോലെ നല്ല രീതിയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ട് നല്ല വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമൊക്കെ വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമ്മൾ കഴിച്ചതാണ്. വരും വർഷങ്ങളിലും അവർക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തവണ അവർ ചെയ്തത് ചെറിയൊരു ഏരിയ ആണെങ്കിൽ കൂടെ വളരെ നല്ല ഈൽഡാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും അവർ കുറേ സ്ഥലം വ്യാപിപ്പിച്ചിട്ട് അവർ നല്ല രീതിയിൽ ഒരുപാട് ഏരിയ എടുത്തിട്ട് അവർ തുടങ്ങാൻ വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം കൂടെ കൊണ്ടുവന്നിട്ടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പണികളൊക്കെ അവർ തുടങ്ങിക്കഴിഞ്ഞു. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും സപ്പോർട്ടും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള പയ്യന്മാരെ, ഇതുപോലത്തുള്ള ചെറുപ്പക്കാരെ, ഇതുപോലത്തുള്ള മേഡം ഉണ്ടായത് കൊണ്ടാണ് ഈ ഏരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ കുറച്ച് ഏരിയ മാത്രം 1 ഏക്കർ മാത്രം ഇവർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ വരെ 4 ഏക്കറുടെ മുകളിൽ ഇപ്പോൾ അത് ഗവൺമെന്റ് ഈ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരെയും സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അല്ലേ ഈ ഇത്രയും ഏരിയകൾ ചെയ്തത്. അതെ അതെ, അതുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് രീതിയിലും നമ്മൾ സഹായം കൊടുക്കാറുണ്ട്. ആദ്യത്തെ വർഷം അവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തരിശ് കൃഷിയിലാണ് അവർക്ക് നമ്മൾ ആനുകൂല്യം കൊടുത്തിട്ടുള്ളത്. വരും വർഷങ്ങളിൽ അവർക്ക് എല്ലാ പച്ചക്കറി കൃഷി അവർ ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷി, തണ്ണിമത്തൻ കൃഷി, നെൽകൃഷി അവർ വേറെ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ ആനുകൂല്യം കൃഷിഭവന് പഞ്ചായത്തിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ആനുകൂല്യം നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. വളരെയധികം താങ്ക്സ്. ഇതുപോലത്തെ ചെറുപ്പക്കാരെ നിങ്ങൾ വാർത്തെടുത്തതുകൊണ്ട് താങ്ക് യു.